ജ്യേഷ്ഠ, ദ്രോണാചാര്യർ സർവനാശം വിതയ്ക്കുകയാണല്ലോ. അദ്ദേഹത്തെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ശരിയാണ് ഭീമ. തുല്യ ശക്തർക്കു നേരെ പ്രയോഗിക്കേണ്ട അസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മാസ്ത്രം അദ്ദേഹം സാധാരണ പടയാളികൾക്കു നേരെ പ്രയോഗിക്കുകയാണ്. 2000-ഓളം പടയാളികളെ അദ്ദേഹം കൊന്നൊടുക്കി. അദ്ദേഹത്തെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. പക്ഷേ സ്വന്തം ഗുരുവിനെ എങ്ങനെ വധിക്കും? ശരിയാണ്, അദ്ദേഹം നമ്മുടെ ഗുരു തന്നെ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അധർമ്മത്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ധർമ്മം ജയിക്കുന്നതിനു വേണ്ടി തെറ്റു ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഭീമ. അതു ശരിയാണ്, അദ്ദേഹത്തെ വധിക്കുക തന്നെ. പക്ഷേ ആയുധധാരിയായ ദ്രോണനെ വധിക്കുക അസാധ്യമാണ്. ഒരു തന്ത്രം പ്രയോഗിക്കാം. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പ്രചരിപ്പിക്കുക. ഗുരു, അങ്ങയുടെ പുത്രൻ വധിക്കപ്പെട്ടു എന്നൊരു അഭ്യൂഹം കേട്ടു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ പുത്രൻ മരിച്ചിട്ടില്ല. എവിടുന്ന് കേട്ടു ഈ അഭ്യൂഹം? യുദ്ധഭൂമിയിൽ നിന്നും ലഭിച്ചതാണ്. പാണ്ഡവർ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹം അത് വിശ്വസിക്കുന്നില്ലല്ലോ ജ്യേഷ്ഠ. ഒരു കാര്യം ചെയ്യാം. അങ്ങ് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം വിശ്വസിച്ചേക്കാം. പക്ഷേ ഞാനൊരിക്കലും നുണ പറയുകയില്ലല്ലോ. അങ്ങ് നുണ പറയണമെന്ന് ആര് പറഞ്ഞു? ഞാൻ പോയി അശ്വത്ഥാമാവ് എന്ന ആനയെ വധിച്ചിട്ട് വരാം. അങ്ങ് ആ സത്യം മാത്രം ഉറക്കി വെച്ച് പറഞ്ഞു. ശരി ഭീമ, പോയി വരൂ. ജ്യേഷ്ഠ, അങ്ങ് വിഷമിക്കേണ്ട. ഇതെല്ലാം ധർമ്മം ജയിക്കുന്നതിന് വേണ്ടിയല്ല. ധർമ്മം ജയിക്കുന്നതിന് വേണ്ടി ഒരു നുണ പറയുന്നതിൽ കുഴപ്പമില്ല. അങ്ങ് ധൈര്യമായി പറഞ്ഞോളൂ. അശ്വത്ഥാമാവ് എന്ന ആന വധിക്കപ്പെട്ടു. ഇല്ല, ഇത് യുധിഷ്ഠിരന്റെ വാക്കുകൾ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല.